യുപിയിലെ സംബാലിലുള്ള ഷാഹി ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവ് പ്രകാരം സർവേക്കെത്തിയ അഭിഭാഷക കമ്മീഷന് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. രാവിലെ 6 മണിക്ക് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പാൻസിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. പിന്നാലെ സംഘത്തിന് ഇസ്ലാമിസ്റ്റുകളുടെ കല്ലേറുണ്ടായി. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അക്രമകാരികളെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് DGP പ്രശാന്ത് കുമാർ പറഞ്ഞു. ജുമാ മസ്ജിദ് ഹരിഹർ ക്ഷേത്രമാണെന്നും ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും ചൂണ്ടിക്കാണിച്ച് മഹന്ത് ഋഷിരാജ് ഗിരി സമർപ്പിച്ച ഹർജിയിലാണ് ലക്നൌ ജില്ലാ കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചത്. സർവേ നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. നവംബർ 19-നാണ് മസ്ജിദിൽ സർവേ ആരംഭിച്ചത്. ആദ്യ ദിവസവും സമാനമായ രീതിയിൽ ഇസ്ലാമിസ്റ്റുകൾ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ഇവർ ജുമാ മസ്ജിദിന് ചുറ്റും തടിച്ചുകൂടി മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയായിരുന്നു. ഒടുവിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടരുത് എന്ന് സർക്കാർ ഉത്തരവുണ്ടെന്നും കർശനമായ നടപടിയുണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. കാശി വിശ്വനാഥ ക്ഷേത്ര കേസിൽ ഉൾപ്പെടെ പ്രശസ്തമായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയാണ് വാദിഭാഗത്തിനു വേണ്ടി ഹാജരായത്. 1529 മുഗൾ ചക്രവർത്തി ബാബർ നശിപ്പിച്ച ഹരിഹർ മന്ദിറിന്റെ സ്ഥലത്താണ് പള്ളി പണിതതെന്നും ജെയിൻ വാദിച്ചു. 1178 മുതൽ 1193 വരെയുള്ള പൃഥ്വിരാജ് ചൗഹാന്റെ ഭരണകാലത്താണ് ഹരിഹര ക്ഷേത്രം നിർമ്മിച്ചത്. ഇക്കാലയളവിൽ പൃഥ്വിരാജ് ചൗഹാൻ സംബാലിലാണ് 2ാം സംസ്ഥാന പദവി നൽകിയിരുന്നത്. മുഗൾ ആക്രമണകാലത്ത് പൃഥ്വിരാജ് ചൗഹാന്റെ സൈനിക താവളമായിരുന്നതും ഈ പ്രദേശമാണ്. പിന്നീട് ബാബറിന്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം പള്ളിയാക്കിയതെന്ന് ചരിത്രരേഖകളിൽ വ്യക്തമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സംബാലിലുള്ള ജുമാ മസ്ജിദിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. കോടതിയുടെ ഉത്തരവുണ്ട്. ഏതൊക്കെ പേപ്പറുകളും ഉത്തരവുകളും കാണിച്ചാലും ശരി, പറഞ്ഞാൽ തിരിയുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഈ സർവേ നടത്താൻ എത്തിയവരെ ഒരു കാരണവശാലും അതിനകത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ മുഴക്കി ഒരു കൂട്ടം ഇസ്ലാം മത തീവ്രവാദികൾ അവർക്ക് ചുറ്റും കൂടി. കോടതി ഉത്തരവിനെ കുറിച്ച് അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഇവര് ജുമാ മസ്ജിദിന് ചുറ്റും തടിച്ചുകൂടി ശക്തമായ രൂപത്തിൽ അല്ലാഹു അക്ബർ മുഴക്കുകയായിരുന്നു. എന്നാൽ കോടതി നിർദ്ദേശിച്ച സർവേക്കെത്തിയ അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് കനത്ത പോലീസ് സന്നാഹം സുരക്ഷയൊരുക്കി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ക്രമസമാധാന പരിപാലനത്തിന് കൂടുതൽ പോലീസ് സേനയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. നിരവധി മുസ്ലിം കടയുടമകൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് ജുമാ മസ്ജിദിലേക്ക് ഓടിക്കയറി. ഒടുവിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടരുത് എന്ന് സർക്കാർ ഉത്തരവുണ്ട്. കർശനമായ നടപടിയുണ്ടാകും. പോലീസിന്റെ മുന്നറിയിപ്പായിരുന്നു ഈ അക്രമാസക്തമായ ജനക്കൂട്ടത്തിന് നേരെ. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കിംവദന്തികളിലോ പ്രകോപനപരമായ സന്ദേശങ്ങളിലോ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പ്രദേശവാസികളോട് ഭരണകൂടം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പോലീസ് സൂപ്രണ്ട് കൃഷ്ണകുമാർ വിഷ്ണോയി സ്ഥലത്തെത്തി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സംബാൽ, കൊട്വാലി, നക്കസ, ഹയത് നഗർ, കൈലാദേവി, ഹസ്രത്ത് നഗർ, ഗാന്ധി, അസ്മോലി എന്നിവയുൾപ്പെടെ 6 പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അധിക പോലീസ് സേനയെ വിന്യസിപ്പിച്ചു. കോടതി കമ്മീഷണർ രമേശ് ചന്ദ്ര രാഘവ്, ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ രാജേന്ദ്ര പെൻസിയ, SP കൃഷ്ണകുമാർ വിഷ്ണോയി, SDM വന്ദന മിശ്ര എന്നിവർ 2 മണിക്കൂറോളം നിന്ന് സർവേ പൂർത്തിയാക്കി പോലീസിന്റെ അകമ്പടിയോടുകൂടി പുറത്തിറങ്ങിയതോടുകൂടി സ്ഥിതിഗതികൾ ശാന്തമായി. നമ്മളിനി എത്ര തന്നെ പ്രകോപനം സൃഷ്ടിച്ചാലും, തീവ്രവാദ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാലും, വാഹനങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചാലും ശരി, നിയമം നടപ്പിലാക്കാനുള്ളവർ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് ഈ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി തടിച്ചുകൂടിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ബോധ്യമായതോടുകൂടി അവർ ഒതുങ്ങി. സംബാലിലെ ജുമാ മസ്ജിദ് ഹിന്ദു ക്ഷേത്രമായിരുന്നെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പ്രദേശത്തെ സംരക്ഷിത സ്മാരകമായി തരംതിരിച്ചിട്ടുണ്ടെന്നും കാണിച്ച് മഹന്ത് ഋഷിരാജ് കാശി വിശ്വനാഥ ക്ഷേത്ര കേസിൽ ഉൾപ്പെട്ട പ്രശസ്ത അഭിഭാഷകൻ
വിഷ്ണു ശങ്കർ ജെയിൻ എന്നിവരാണ് ഹർജി തന്നെ സമർപ്പിച്ചത്. 1529 മുഗൾ ചക്രവർത്തി ബാബർ നശിപ്പിച്ച ഹരിഹർ മന്ദിറിന്റെ സ്ഥലത്താണ് പള്ളി പണിതത് എന്നാണ് ജെയിനിന്റെ വാദം. ജുമാ മസ്ജിദിനെ കുറിച്ചിട്ടുള്ള സർവേ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കുറേയായി സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകളാണ് ഈ പള്ളികളൊക്കെ മുമ്പ് ക്ഷേത്രങ്ങളായിരുന്നു. ഇന്ന് സ്ഥിതി ചെയ്യുന്ന മസ്ജിദുകളൊക്കെ മുമ്പ് ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളായിരുന്നു. അതൊക്കെ മുഗൾ രാജാക്കന്മാര് ചെയ്തതാണ്, അതല്ല പിൽക്കാലത്ത് വന്ന ആളുകൾ ചെയ്തതാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ പല മത ആരാധനാലയങ്ങൾക്കും വേണ്ടി ജനങ്ങൾ ഇന്ന് തെരുവിലിറങ്ങുകയാണ്, തമ്മിലടിക്കുകയാണ്, തലതല്ലി കീറുകയാണ്, കേസും വഴക്കും കൂട്ടങ്ങളും ഒക്കെ ആയി പോകുന്നു. ഇതൊരു മതേതര രാജ്യവുമാണ്. മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം സൃഷ്ടിക്കുന്നതിൽ ഈ രാജ്യം പരാജയപ്പെട്ടു പോയി. മതത്തെ പല വിഭാഗങ്ങളായി തിരിച്ച് അവരെ വളർത്താനാണ് ഈ രാജ്യം എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വഖഫ് ഉൾപ്പെടെയുള്ള ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരുപാട് സർവേകൾ, പല മസ്ജിദുകളും ഇരിക്കുന്ന മന്ദിരങ്ങൾ, ഭൂമികൾ മുമ്പ് ക്ഷേത്രത്തിൻ്റെതായിരുന്നു, ക്രിസ്ത്യൻ ചർച്ചിൻ്റെതായിരുന്നു എന്നൊക്കെയുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങൾ ഇല്ലാതായാൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇവിടെ വേണ്ടത് ഭക്തിസാന്ദ്രമായ സാഹചര്യമല്ല, മനുഷ്യനെന്ന് യുക്തിബോധമുണ്ട്. അതിനനുസരിച്ച് മനുഷ്യൻ മുന്നോട്ട് പോകാൻ സന്നദ്ധനുമാണ്. അഭ്യസ്തവിദ്യരായ ഒരു ജനവിഭാഗത്തോട് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര രീതികളും അങ്ങനെ മറഞ്ഞ് ഒളിച്ചിരിക്കുന്ന ഒരു പടച്ചോനെ കുറിച്ചിട്ടുമൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഗതികേടുണ്ടോ? ഇപ്പോഴിതാ ക്ഷേത്ര സമുച്ചയത്തിൽ നിക്കാഹ് നടത്താനുള്ള ശ്രമം തടയുകയാണ് ഹിന്ദു യുവവാഹിനി. മോദി നഗറിലെ ഗോവിന്ദ്പുരി കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു വിവാഹ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടികൾക്കായി ക്ഷേത്ര പരിസരത്ത് പന്തലുകളും ഒരുക്കങ്ങളും പൂർത്തിയായി. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ക്ഷേത്രത്തിൽ മതേതരത്വം സംഘടിപ്പിക്കുന്നത് നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടാണ്. മനുഷ്യന്റെ മനസ്സുകളിലാണ് പരസ്പരം ഐക്യമുണ്ടാകേണ്ടത്. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല. ജീവിച്ചിരിക്കുന്ന മാറ്റമുണ്ടാകേണ്ടത് മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം ഉണ്ടാകേണ്ടത്. ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ മതേതരന്മാരായി മാറും, മതസൗഹാർദ്ദത്തിന്റെ പരിവേഷകരായി മാറുമെന്ന് ഒരു കൂട്ടം ആളുകൾ ധരിച്ചു പോകുന്നു. നിക്കാഹ് ആരംഭിച്ച ഉടനെ തന്നെ നീരജ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഹിന്ദു യുവവാഹിനി പ്രവർത്തകർ സ്ഥലത്തെത്തി വിവാഹ ചടങ്ങിനെതിരെ പ്രതിഷേധിച്ചു. ഒരു മതത്തിന്റെ ആരാധനാ സ്ഥലത്ത് മറ്റൊരു സമുദായത്തിന്റെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഹിന്ദു മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രവർത്തകർ ആരോപിച്ചു. മാത്രമല്ല വിവാഹത്തിനായി ബിരിയാണി അടക്കമുള്ള മാംസാഹാരങ്ങളും ഒരുക്കിയതായി ഇവർ പറഞ്ഞു. തർക്കം രൂക്ഷമായതോടുകൂടി പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകി. പിന്നീട് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. ഹിന്ദു യുവവാഹിനിയിലെ നീരജ് ശർമ്മയാണ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയത്. ഏതെല്ലാം വിചിത്രമായ വാർത്തകളും സംഭവങ്ങളും പ്രതീക്ഷകളും പ്രതികരണങ്ങളും പരാതികളുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക.